കാരണം യൂത്ത് കോൺഗ്രസ് നേതാവ് സജന പി സാജന നമുക്കൊപ്പമുണ്ട്. ഇന്നലെ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സജന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടത്. സജന വളരെ വളരെ ശക്തമായ ഒരു ഭാഷയായിരുന്നു. സൈക്കോപാത്ത് എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സജനയുടെ പോസ്റ്റ് ഉണ്ടായത്. പക്ഷേ കെ സുധാകരൻ നിങ്ങളുടെയൊക്കെ വലിയ നേതാവാണ്, കോൺഗ്രസിന്റെ മുതിർന്ന അനിഷേധ്യനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പറയുന്നത് രാഹുൽ അപമാനിക്കാൻ വേണ്ടി BJPയും CPM നടത്തുന്ന ശ്രമമാണ് ഇതിന് പിറകിലൊക്കെ എന്നാണ്. രാഹുൽ നിരപരാധിയാണ്, രാഹുലിനെ അവിശ്വസിക്കുന്നില്ല എന്ന് കെ സുധാകരൻ തന്നെ പറയുമ്പോൾ എന്താണ് പ്രതികരണം? ബഹുമാന്യനായ KC വേണുഗോപാൽ അവർകൾ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെതായ നിലപാട്, പാർട്ടിയുടേതായ നിലപാട് അറിയിച്ച സ്ഥിതിക്ക് ഇവിടെ മറ്റൊരു പ്രതികരണത്തിനും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹം തന്നെ ഇന്നലെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പാർട്ടിയിലേക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കാര്യം. അപ്പൊ അതിൽ മറ്റൊരു പ്രതികരണങ്ങൾ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് പാർട്ടിയെ പൊതുമധ്യത്തിൽ നശിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചു. പാർട്ടി എന്താണ് ഇതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നും പാലക്കാട് DCC ആണ് അതിന് മറുപടി പറയേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായി തന്നെ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചതാണ്. സജന, KC വേണുഗോപാലിനെ പോലെ തന്നെ കെ സുധാകരനും കോൺഗ്രസിന്റെ ഒരു സുപ്രധാന നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പിന്തുണ മാത്രമല്ല, താൻ വേദി പങ്കിടും രാഹുലിന്റെ കൂടെ എന്നാണ്. അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ അടക്കമുള്ള ഇതിനകത്തു നിന്ന് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ നിലപാട് വ്യക്തമാക്കിയ നിങ്ങൾക്കടക്കം അത് ഏത് തരത്തിലായിരിക്കും അനുഭവപ്പെടുക? ഒരിക്കലുമില്ല. നേതാക്കന്മാർക്ക് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നേതാക്കൾക്ക് അവരവരുടേതായ അഭിപ്രായങ്ങൾ പല രീതിയിൽ, ശ്രീ കെ സുധാകരൻ അവർ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പാർട്ടിയുടെ നിലപാടല്ല. പാർട്ടിയുടെ നിലപാട് പറയേണ്ടുന്നവർ ഓരോ സമയങ്ങളിലായിട്ട് മാധ്യമങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. സജന, ഈ ഓരോ തവണയും രാഹുലിന്റെ വിഷയം ആദ്യം വരുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല വനിതാ നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തി. പക്ഷേ ഇവർക്കൊക്കെ എതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. പലരും ഈ തുറന്നു പറയുന്ന ഈ പരസ്യ പ്രസ്താവനകളിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ മാറേണ്ട സാഹചര്യം വന്നു. KS ബ്രിഗേഡ് എന്ന് പറയുന്ന കെ സുധാകരന്റെ അണികൾ എന്ന് പറയുന്നവർ തന്നെ ഈ തരത്തിൽ ആക്രമണം നടത്തുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും ഉണ്ടായി. സജനയുടെ ഈ പോസ്റ്റിനെതിരെ ആ തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നോ? നിരവധിയായ ചെറിയ അഭിഷേകങ്ങൾ വരെ നടത്തിയിട്ടുള്ള അറ്റാക്കുകളാണ് എനിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അതൊന്നും വലിയ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് ഞാൻ അതിനെ കാണുന്നില്ല. ഫേസ്ബുക്കിൽ ആരെങ്കിലും ഒക്കെ കാശ് എറിഞ്ഞുകൊണ്ട് PR വർക്കുകൾ നടത്തുന്ന ഡിജിറ്റൽ ക്രിയേറ്റർമാരും ഒക്കെ നടത്തുന്ന ഒരു ഫേസ്ബുക്ക് രാഷ്ട്രീയത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അവർക്കൊന്നും ഈ മണ്ണിൽ പണിയെടുക്കുന്നവരെ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവർ വെറുതെ ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AC റൂമിലിരുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇവിടെയുള്ള നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത കുറെ സൈബർ വെട്ടുകിളികളാണ് ഇതുപോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ആരുടെയെങ്കിലും പക്ഷം ചേർന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നത്. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇത്രയും വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടായ സ്ഥിതിക്ക് AICCക്ക് രേഖാമൂലം തന്നെ പരാതി ഉടനെ തന്നെ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും പരാതി നൽകാൻ നിൽക്കുന്നു. അങ്ങനെ പരാതി നൽകാൻ നിൽക്കുമ്പോഴും സൈബർ ആക്രമണം തുടർന്നു. ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് ഒരു പിടിവള്ളി കൂടിയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ബലം കൂടിയാണ് കെ സുധാകരനെ പോലുള്ളവരുടെ വാക്കുകൾ. അങ്ങനെ ഒരു കാര്യം കൂടിയില്ലേ? അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കെ സുധാകരന്റെ വാക്കുകളെ തന്നെ ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ കൊണ്ടുവരേണ്ടുന്ന കാര്യമില്ല. ഈ ഒരു കാര്യത്തിലേക്ക് അതിനെ കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ഞാൻ ഇന്നലെ എന്റെ നിലപാട് അറിയിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ പോലൊരു നേതാവ് അദ്ദേഹത്തിന്റേതായ നിലപാട് അറിയിച്ചു. ഇന്നിപ്പോൾ തന്നെ ശ്രീ K മുരളീധരൻ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നവരെ ഒക്കെ കോൺഗ്രസിന്റെ ആളുകളായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥികളോടുള്ള വ്യക്തി താല്പര്യം കൊണ്ടോ മറ്റെന്തോ രീതിയിലായാലും ആർക്ക് വേണമെങ്കിലും നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താം. അപ്പൊ അതിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ന് അദ്ദേഹം ഈ പാർട്ടിയിൽ ശക്തമായ നടപടി നേരിടുന്ന ഒരാളാണ്. സജന, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ എന്തായാലും AICCക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ നടക്കുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കം ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വം, സണ്ണി ജോസഫ് അടക്കം, KPCC അധ്യക്ഷൻ അടക്കം നിങ്ങൾക്കൊപ്പമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും ഉണ്ട്. കാര്യം അതിനുള്ള ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ
ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കളും അവരവരുടേതായ നിലപാടുകളും പാർട്ടിയുടെ നിലപാടും എന്താണെന്ന് തുറന്നു പറയുമ്പോഴും KC വേണുഗോപാലിനെ പോലൊരു നേതാവ്, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ ഏറ്റവും അനിഷേധ്യനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പാർട്ടിയുടെ നിലപാടായിട്ടാണ് അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ പിന്നെ ആർക്കാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ്സുകാരനാക്കാനും ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാനും ഇത്ര വെമ്പലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റൈറ്റ്, നന്ദി. സജന ബി സാജൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്. KS സുധാകരന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനയാണ്. അത് അങ്ങനെയല്ല പാർട്ടിയിലെ മറ്റ്